നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തന്റെ വിവാഹമോചനം സ്ഥിരീകരിച്ച് എ.ആർ. റഹ്മാൻ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ്, ആ കുറിപ്പിന് ഹാഷ്ടാഗ് കൂടി ചേർത്തിരുന്നു റഹ്മാൻ. എ.ആർ. റഹ്മാൻ ബ്രേക്കപ്പ് എന്ന ഹാഷ്ടാഗാണ് ഈ കുറിപ്പിന് റഹ്മാൻ ഉപയോഗിച്ചത്. ആരെങ്കിലും സ്വന്തം വിവാഹമോചന കാര്യം പറയുമ്പോൾ ഹാഷ്ടാഗ് ഉപയോഗിക്കുമോ? ഇത് കണ്ട് സോഷ്യൽ മീഡിയ തലയിൽ കൈവച്ച് നിൽക്കുകയാണ്. വിവാഹമോചനം സ്ഥിരീകരിക്കുന്ന കുറിപ്പിൽ തന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് റഹ്മാൻ പറയുന്നത്. അങ്ങനൊരു കുറിപ്പിൽ എന്തിനാണ് പിന്നെ ഹാഷ്ടാഗ് ഉപയോഗിച്ചത്? സ്വകാര്യത മാനിക്കണമെന്ന് പറയുന്ന ആൾ തന്നെ ഹാഷ്ടാഗ് ട്രെൻഡ് ഉണ്ടാക്കുന്നു. സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്ത ആദ്യം മാധ്യമങ്ങൾക്ക് നൽകിയത്. പരസ്പര ധാരണയോടെ പിരിയുകയാണ് എന്ന് വന്ദന ഷാ പറഞ്ഞിരുന്നു. പരസ്പരം ഇഷ്ടപ്പെടുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരുമിച്ച് തുടരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. തൊട്ടുപിന്നാലെ തന്റെ വിവാഹമോചന വാർത്ത സ്ഥിരീകരിച്ച് എ.ആർ. റഹ്മാനും രംഗത്തെത്തി. എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ അതിന് പിന്നാലെയുണ്ടായി. റഹ്മാൻ വിവാഹമോചിതനാകുന്നു എന്ന വാർത്തകൾ പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സംഗീത ലോകത്തെ ഞെട്ടിച്ച് മറ്റൊരു വിവാഹമോചന വാർത്ത. റഹ്മാന്റെ ട്രൂപ്പിലെ അംഗവും പ്രശസ്ത ഗിറ്റാറിസ്റ്റുമായ മോഹിനി ഡേ താൻ വിവാഹബന്ധം വേർപെടുത്തി എന്ന് പ്രഖ്യാപിച്ചു. അതും റഹ്മാന്റെ ബ്രേക്കപ്പിന് മണിക്കൂറുകൾക്കുള്ളിൽ. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് മോഹിനി ഡേ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. മോഹിനിയും ഭർത്താവ് സംഗീത സംവിധായകനുമായ മാർക്ക് ഹാർസച്ചും സംയുക്തമായാണ് ഈ വിവരം പങ്കുവച്ചത്. പരസ്പര ധാരണയോടെയാണ് തങ്ങൾ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നത്. അതിനു പിന്നിൽ തങ്ങളുടേതായ സ്വകാര്യ കാരണങ്ങളുണ്ട്. ഏറെ ഹൃദയഭാരത്താലാണ് മാർക്കും താനും വേർപിരിഞ്ഞു എന്ന വിവരം പങ്കുവെക്കുന്നതെന്നാണ് മോഹിനിയുടെ പറഞ്ഞത്. ഇനിയും നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ തുടരും, ഒരേ ട്രൂപ്പിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കും. കൊൽക്കത്ത സ്വദേശിനിയായ മോഹിനിയുടെ മുംബൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. 28-കാരിയാണ്. എ.ആർ. റഹ്മാനൊപ്പം നിരവധി രാജ്യങ്ങളിലായി 40-ലേറെ ഷോകളിൽ മോഹിനിയുടെ പങ്കെടുത്തിട്ടുണ്ട്. എ.ആർ. റഹ്മാനും സൈറയും തമ്മിൽ വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത പുറത്തുവന്ന് 2 മണിക്കൂറുകൾക്കുള്ളിൽ മോഹിനിയുടെ തന്റെ വിവാഹമോചന വാർത്ത പ്രഖ്യാപിച്ചു. ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ വേണമെന്നും പരസ്പര ഉടമ്പടിയിലൂടെയുള്ള വേർപിരിയിലാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചതെന്നും മോഹിനിയുടെ വ്യക്തമാക്കി. ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന മോഹിനിയുടെ തൊട്ടപ്പുറത്ത് ഭാര്യയിൽ നിന്ന് 3 ഘടകങ്ങൾ പ്രതീക്ഷിച്ച എ.ആർ. റഹ്മാൻ. തൻ്റെ ഭാര്യ വിദ്യാസമ്പന്നയായിരിക്കണം, സുന്ദരിയായിരിക്കണം, അതിലപ്പുറം മനുഷ്യത്വമുള്ളവളായിരിക്കണം എന്ന് എ.ആർ. റഹ്മാൻ ആഗ്രഹിച്ചു. റഹ്മാന്റെ ഭാര്യ സൈറ സുന്ദരിയായിരുന്നു, വിദ്യാസമ്പന്നയായിരുന്നു. എന്നാൽ മനുഷ്യത്വം, അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. റഹ്മാനെ ആദ്യം കാണുമ്പോൾ സൈറ റഹ്മാനോട് ചോദിച്ചത്, കാർ ഓടിക്കുമോ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാമോ, എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എ.ആർ. റഹ്മാൻ തന്നോട് പറഞ്ഞപ്പോൾ താൻ ചോദിച്ചത് ഇംഗ്ലീഷ് സംസാരിക്കാൻ നന്നായി അറിയുമോ, കാർ ഓടിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് എന്ന് സൈറ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ ചോദ്യത്തിന് മുന്നിൽ ആകെ കൺഫ്യൂഷനിലായി താനെന്ന് എ.ആർ. റഹ്മാൻ ഒരിക്കലൊരു അഭിമുഖത്തിൽ പറഞ്ഞു. ഏറെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു സൈറയെന്ന് റഹ്മാൻ തന്നെ പലപ്പോഴും തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. സംഗീത സംവിധായകൻ ആർ.കെ. ശേഖറിന്റെ മകൻ ദിലീപ് കുമാർ പിന്നീട് മതം മാറി എ.ആർ. റഹ്മാനായി. ആർ.കെ. ശേഖറിന്റെ മരണം ആ കുടുംബത്തെ സാമ്പത്തികമായി ഏറെ പരാധീനതയിൽപ്പെടുത്തി. തുടർന്ന് ശേഖറിന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് കുടുംബം കഴിഞ്ഞത്. തന്റെ 11ാം വയസ്സിൽ കുടുംബം നോക്കാനായി എ.ആർ. റഹ്മാൻ ജോലിക്കായി ഇറങ്ങി. സംഗീതം തന്നെയായിരുന്നു അയാളുടെ ലോകം. ശേഖറിന്റെ മരണത്തെ തുടർന്ന് 1989-ലാണ് എ.ആർ. റഹ്മാന്റെ കുടുംബം ഇസ്ലാം മതം സ്വീകരിച്ചത്. സൂഫിസത്തിൽ ആകൃഷ്ടയായി റഹ്മാന്റെ അമ്മ തന്നെയാണ് ഇസ്ലാം മതത്തിലേക്ക് ചേരാൻ തീരുമാനമെടുത്തത്. എ.ആർ. റഹ്മാന്റെ വിവാഹമോചനക്കുറിപ്പ് മകൾ ഖദീജ റഹ്മാൻ പങ്കുവച്ചു. തങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്ന് 2ാമത്തെ മകൾ റഹീമയും ആവശ്യപ്പെട്ടു. ഈ ബന്ധം 30-ലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയാനാകാത്ത ഒരവസാനമുണ്ട്. തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിൻ്റെ സിംഹാസനം പോലും വിറച്ചേക്കാം. വീണ്ടും പഴയപടിയിലാകില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ്. ആകെ തകർന്ന ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് എ.ആർ. റഹ്മാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. തൊട്ടു മുൻപ് മകൾ ഖദീജയുടെ സിനിമ സംഗീത രംഗത്തെ അരങ്ങേറ്റത്തെക്കുറിച്ച് വാചാലനായിരുന്നു എ.ആർ. റഹ്മാൻ. എന്നാൽ അതിനു പിന്നാലെ പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ വിവാഹ മോചന വാർത്ത. മകളെ അധിക്ഷേപിക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കുമുള്ള മറുപടിയാണ് ഈ പുതിയ തുടക്കമെന്ന് റഹ്മാൻ പറഞ്ഞിരുന്നു. ഖലിദ ഷമീം സംവിധാനം ചെയ്യുന്ന മിൻമിനി എന്ന ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ഖദിജയാണ്. എൻ്റെ മകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും കൂടുതൽ വിജയങ്ങൾ അവൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
റഹ്മാൻ ഇന്നലെ കുറിച്ചിരുന്നു. തകർന്നത് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞുകൊണ്ടാണ് റഹ്മാൻ വിവാഹമോചന വാർത്ത പങ്കുവച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, സുഹൃത്തുക്കളോട് പോലും ഇന്നലെ റഹ്മാൻ സംസാരിക്കുന്നില്ല എന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നു. 29 വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇന്നലെ റഹ്മാനും സൈറയും പരസ്പര ധാരണയോടെ അവസാനിപ്പിച്ചത്. 1995 ജനുവരി 6-നാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. അന്ന് റഹ്മാന്റെ 29ാം പിറന്നാൾ. ഒരു സൂഫി പള്ളിയിൽ വെച്ച് സുന്ദരിയായ പെൺകുട്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് റഹ്മാന്റെ ഉമ്മയുടെ കണ്ണിൽപ്പെട്ടു. തുടർന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. മെഹർ എന്നായിരുന്നു അവളുടെ പേര്. മെഹർ പറഞ്ഞു, ഞാൻ വിവാഹിതയാണ്. നടൻ റഹ്മാനാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ സഹോദരിയുണ്ട് സൈറ. സൈറയെ കണ്ടു, സുന്ദരി, വിദ്യാസമ്പന്ന. തുടർന്ന് റഹ്മാനുമൊത്ത് ഉമ്മ ആ വീട്ടിലെത്തി. റഹ്മാനും സൈറയെ ഇഷ്ടപ്പെട്ടു. ഏത് കുടുംബത്തെയും പോലെ സൈറയുമായി പൊരുത്തപ്പെടാൻ എൻ്റെ കുടുംബത്തിനും ഇത്തിരി സമയമെടുത്തു എന്ന് റഹ്മാൻ പറഞ്ഞിരുന്നു. എല്ലാ അമ്മമാരെ പോലെ എൻ്റെ അമ്മയും പൊസസീവായിരുന്നു. തുടക്കത്തിൽ അവൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തു. എന്നാൽ പിന്നീട് അവളുടെ സ്വഭാവത്തിൽ ചെറു മാറ്റങ്ങൾ ദൃശ്യമായിരുന്നു എന്ന് റഹ്മാൻ മുൻപ് പറഞ്ഞിരുന്നു. 3 മക്കളാണ് റഹ്മാനും സൈറയ്ക്കുമുള്ളത്. സംഗീത ലോകമായിരുന്നു റഹ്മാന് ഏറെ പ്രിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദിനചര്യകളും ജീവിതവുമൊക്കെ സംഗീത ലോകവുമായി ബന്ധപ്പെട്ട് നിന്നു. രാത്രികാലങ്ങളിലാണ് പൊതുവെ റഹ്മാൻ ജോലി ചെയ്യാറുള്ളത്. വൈകിട്ട് 9 മണിയോടെ തൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറുന്ന റഹ്മാൻ രാവിലെ 6 മണി വരെ അവിടെ തുടരും. പകൽ സമയം അല്പനേരം മാത്രമാണ് റഹ്മാൻ ഉറങ്ങാറുള്ളത്. കൃത്യമായി രാത്രികാലങ്ങളിലാണ് അദ്ദേഹത്തിൽ നിന്ന് ഉജ്ജ്വലമായ പല സംഗീതങ്ങളും വിരിയുന്നത്. റഹ്മാൻ തീർത്ത പ്രണയഗാനങ്ങൾ ഒരു നിമിഷം നിശ്ചലമാകുന്നത് പോലെ ലോകത്തിന് തോന്നുന്നു. 3 പതിറ്റാണ്ടോടടുക്കുന്ന പ്രണയജീവിതം, വിവാഹ ജീവിതമാണ് പൊടുന്നനെ പൊട്ടിച്ചിതറുന്നത്. അതിലപ്പുറം റഹ്മാന്റെ ട്രൂപ്പിലെ മറ്റൊരു ഗിറ്റാറിസ്റ്റ് തന്റെ വിവാഹമോചനം ആഘോഷിക്കുകയാണിപ്പോൾ. 11ാം വയസ്സിൽ തുടങ്ങിയ സംഗീത ലോകം, സംഗീത ജീവിതം, പെണ്ണ് കാണാൻ പോലും തനിക്ക് സമയമില്ല എന്ന് ഉമ്മയോട് റഹ്മാൻ തന്നെയാണ് പറഞ്ഞത്. സൈറ ബാനുവിന്റെ സഹോദരി മെഹ്റയെ കണ്ടിഷ്ടപ്പെട്ടാണ് ഒടുവിൽ സൈറയുടെ അടുക്കൽ റഹ്മാന്റെ ഉമ്മയെത്തുന്നത്. സമാനമായിരുന്നു റഹ്മാന്റെ സ്ഥിതിയും. ഹിന്ദു കുടുംബമായിരുന്ന റഹ്മാന്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ സംഗീത ലോകത്തെ വേറിട്ട വഴികൾ, ഇവയുമായി അത്രയ്ക്കങ്ങ് പൊരുത്തപ്പെടാൻ സൈറയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അച്ഛൻ്റെ മരണശേഷം സൂഫിസത്തിൽ അഭയം തേടുകയായിരുന്നു കുടുംബം. റഹ്മാന്റെ അമ്മ തന്നെയായിരുന്നു സൂഫിസത്തിലേക്ക് കടക്കാനുള്ള മുഖ്യ കാരണം. അച്ഛനെ അവസാന കാലങ്ങളിൽ ശുശ്രൂഷിച്ച ഒരു സൂഫി പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ വഴങ്ങിയാണ് അമ്മയും റഹ്മാനുമൊക്കെ സൂഫിസത്തിലേക്ക് കടന്നു ചെന്നത്. ഒരു വശത്ത് വിവാഹമോചനം ഹാഷ്ടാഗിട്ട് ആഘോഷിക്കുന്ന റഹ്മാൻ, മറുവശത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ട്രൂപ്പിൽ കട്ട ചങ്കായി നിൽക്കുന്ന മോഹിനിയുടെ ഇപ്പോൾ വിവാഹമോചനം ആഘോഷിക്കുന്നു. ഇതൊക്കെ കണ്ട് ഊറിച്ചിരിക്കുകയാണ് ചലച്ചിത്ര ലോകം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.